പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരീരം മുഴുവനും മറച്ചു നടക്കൽ അവനിക്ക് എന്താണ് നല്ലതാണെന്ന് മാത്രമല്ല അത് അവന്റെ പേഴ്സണാലിറ്റിയെ കാണിക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു വലിയൊരു സദസ്സിലൊക്കെ പോയാൽ, വലിയൊരു കല്യാണത്തിനാവട്ടെ, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ മാന്യന്മാരായ ആളുകൾ, അല്ല മാന്യൻ എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്ന എല്ലാവരും നല്ല വസ്ത്രം ധരിച്ചാണ് വരിക. വസ്ത്രം കുറയുന്തോറും നമ്മുടെ മാന്യത കുറയുകയാണ്. നമ്മൾ മാന്യമായ വസ്ത്രം ധരിക്കണം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തുട ഔറത്താണ്. പല ആളുകളും ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തി ഇങ്ങനെ പോകും, അല്ലെ? മുണ്ടിങ്ങനെ മടക്കി കുത്തി ആ തുടയുടെ ഭാഗം, മുട്ടിന്റെ ഭാഗമൊക്കെ കാണിച്ചാൽ പോകുന്നത്. അത് ഔറത്താണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല എന്നാണ്. അത് ആരും ശ്രദ്ധിക്കാറില്ല. അത് പള്ളിയിലേക്ക്, സാധാരണ ഈ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ ഒരു ബഹുമാനം കൊണ്ടെങ്കിൽ ആ മുണ്ടെന്ന് താഴ്ത്തിയിട്ടുണ്ട്. അതൊന്നുമില്ല. പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറിയാൽ ഒന്നുകൂടി പൊക്കി കൊടുക്കുക. എന്താ, ബാത്റൂമിലേക്ക് അങ്ങനെയാ പോകുന്നത് മൂത്രമൊഴിക്കാനായിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പള്ളിയോട് കാണിക്കുന്ന ഒരു അനാദരവാണ്. പള്ളി എന്നല്ല, മറിച്ച് നമ്മളിപ്പോ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, മറ്റു സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവരാവട്ടെ, നമ്മുടെ തുട എന്ന് പറഞ്ഞാൽ ഔറത്താണ്. അത് കാണിക്കാൻ നിൽക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമ്മൾ മുണ്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ ശരീരം മുഴുവനും ഔറത്താണെന്നാണ്. ഇതാണ് മഹത്തുക്കളായ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഭൂരിഭാഗ അഭിപ്രായം. മഹാനായ ഇമാം കല്യൂബി തങ്ങളുടെ അഭിപ്രായം ഒരു സ്ത്രീയുടെ മുടി പോലും എന്താണ് ഔറത്താണെന്ന, മറ്റു പുരുഷന്മാരെ കാണിക്കാൻ പാടില്ലെന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്തുള്ള ചില പെണ്ണുങ്ങൾക്ക് പിടിക്കില്ല. എന്തുട്ട ഈ മുലിയാക്കന്മാര്, എന്തുട്ട ഈ ഉസ്താദന്മാര്, ഞങ്ങൾ സ്ത്രീകളെ അടച്ചിടുകയാണ്, അങ്ങനെയാണ്, പർദ്ദക്കുള്ളിൽ തളച്ചിടുകയാണ്, എന്തുട്ട് മണ്ണാങ്കട്ട നിങ്ങൾ പറഞ്ഞാലും ദീനിന്റെ നിയമമാണ് ഇവിടെ പറയുന്നത്. ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഇത് ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമില്ല എങ്കിൽ ആ വസ്ത്രം ധരിക്കണ്ട. അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആരും നിർബന്ധിക്കുന്നില്ല. പരിശുദ്ധമായ ദീനും ആരെയും നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ പിടിക്കപ്പെടും. ഇതാണ് ദീൻ പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് മുസ്ലിം സ്ത്രീ എന്നാട്ടോ. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ മുടി പോലും ഔറത്താണെന്നാണ് ഭൂരിഭാഗം ഇസ്ലാമിക പണ്ഡിതന്മാരും പറയുന്നത്.